അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നവജാത ശിശുവിൻ്റെ മുടിത്തൂക്കം സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നത് പലപ്പോഴും വ്യാപകമായി നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ആചാരമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ മുടി കളയണം, അക്കീഖ അറുക്കണം. ആൺകുട്ടിക്ക് 2 ആടും പെൺകുട്ടിക്ക് 1 ആടും. ആൺകുട്ടിയാണെങ്കിൽ ചേലാകർമ്മം ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ നല്ല പേരുകൾ ഇടുക. എന്നാൽ കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മുടി വടിച്ചെടുത്തിട്ട് ആ മുടിത്തൂക്കം സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ പ്രാബല്യമുള്ള പ്രമുഖമായ അല്ലെങ്കിൽ വളരെയധികം സ്വീകാര്യതയുള്ളൊരു ഹദീസായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശറഹുൽ മുഹദ്ദബിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. യുസ്തഹബ്ബു ഹൽഖു റഅസിൽ മൗലൂദി യൗമ സാബിഇഹി ഖാല അസ്ഹാബുന വയുസ്തഹബ്ബു അയതസദ്ദഖ ബിവസ്നി ശഅരിഹി ദഹബൻ ഫഇൻ ലം യഫ്അൽ ഫഫിളത്തുൻ സവാഉൻ ഫിദ്ദക്കരി വൽ ഉൻസ. കുട്ടിയുടെ മുടി കളയൽ പ്രഗൽഭമായൊരു സുന്നത്താണ്, മുസ്തഹബായ സുന്നത്താണ്. 7ാമത്തെ ദിവസം മുടി കളയലാണ് സുന്നത്ത്. അതേപോലെ തന്നെ കുട്ടിയുടെ മുടിത്തൂക്കം സ്വർണം അല്ലെങ്കിൽ വെള്ളി ദാനം ചെയ്യുന്നത് സുന്നത്താണ് എന്ന് നമ്മുടെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹാക്കദാ കാലഹു അസ്ഹാബുന വസ്തദല്ലു ലഹു ബിഹദീസിൻ റവാഹു മാലിക് വൽ ബൈഹഖി വഗൈറുഹുമാ മുർസലൻ അൻ മുഹമ്മദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ ഖാല. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു മുർസലായ, മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുർസലായ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് തെളിവായി പല പണ്ഡിതന്മാരും പറയുന്നത്. വസനത്ത് ഫാത്തിമത്ത് ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅറ ഹസനിൻ വഹുസൈനിൻ വസൈനബ വഉമ്മു കുൽസൂമിൻ ഫതസദ്ദഖത് ബിസനതി ദാലിക ഫില്ലതൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മു കുൽസൂമിൻ്റെ ഇതൊക്കെ മുടിയെടുത്ത് തൂക്കി അതിന് തുല്യമായി സ്വതക്ക ചെയ്തു, വെള്ളി സ്വതക്ക ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. വറവാഹുൽ ബൈഹഖി മർഫൂഅൻ മിൻ റിവായത്തി അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂആയ രൂപത്തിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ഫാത്തിമ ബീബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ തതസദ്ദഖ ബിസനതി ഷഅരിൽ ഹുസൈനി ഫില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുടിക്ക് തുല്യമായി വെള്ളി ദാനം ചെയ്യാൻ പറയുന്നത്. വഫി ഇസ്നാദിഹി ളഅഫുൻ, ഇതിൻ്റെ ഹദീസിൻ്റെ സനദിലൊക്കെ ദുർബലതയുണ്ട്. വഫി റിവായത്തിൻ ഖുറ ലഈഫ്, അതേപോലെ മറ്റു ചില ദുർബലമായ റിപ്പോർട്ടുകളിലും കാണാം തസദ്ദഖു ബി സിനതിഹി ഫില്ല, അതേപോലെ മുടിക്ക് തുല്യമായി വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത് ദുർബലമായ റിപ്പോർട്ടാണ്, മുർസലുമായ റിപ്പോർട്ടാണ്. ചില റിപ്പോർട്ട് മർഫൂ ആണ് എന്നൊക്കെ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന സലഫി ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മഹല്ലു നദറിൻ ജാഅ ഫി ബഅൽ അഹാദീസ് അൻ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലുണ്ട്. മുടിത്തൂക്കം വെള്ളിയും സ്വർണവും ദാനം ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ലാകിൻ മാ അരിഫു ഫീഹി സനദൻ ജയ്യിദൻ അൽ ആൻ, ഇപ്പോൾ വരെ, അഥവാ അദ്ദേഹം പറയണം, ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ ഒരു സ്വഹീഹായ രൂപത്തിൽ ആ റിപ്പോർട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അമ്മ ഹൽ ഖുറഅസി ഫഹുവ സാബിത്ത്, മുടികളയിൽ സ്ഥിരപ്പെട്ട സുന്നത്താണ്. അമ്മ വസ്നുഹു വതസദ്ദഖു ബിസിനതിഹി ജാഅ ഫി ബഅദിൽ അഹാദീസ് അല്ലതി ലാ അലമു സിഹതഹ. ചില ഹദീസുകളിൽ മുടിത്തൂക്കം സ്വർണം അല്ലെങ്കിൽ വെള്ളി ദാനം ചെയ്യാൻ വേണ്ടി പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമായ ഹദീസുകളാണ്. ഇതാണ് അദ്ദേഹം ഇതിൽ കൊടുക്കുന്ന മറുപടി. അപ്പോൾ ഈ ഹദീസുകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രബലമായ സുന്നത്തായി നമ്മൾ അനുകരിക്കുകയും ചെയ്യേണ്ടതായ രൂപത്തിലുള്ള, ഇത് അനിവാര്യമായ രൂപത്തിലുള്ള സുന്നത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതൊരു മുസ്തഹബാണെന്ന് അല്ലെങ്കിൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ സനദുകളുടെ വിഷയത്തിൽ, ഹദീസിൻ്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ വലിയ തർക്കങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മുടിത്തൂക്കം സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന റിപ്പോർട്ടിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രൂപത്തിലുള്ള കർമ്മമായി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ വിഷയത്തിൻ്റെ ആകെ തുക. ചെയ്തതുകൊണ്ട് ബിദ്അത്തല്ല എന്ന് വെച്ചാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഹദീസ് ഹസൻ്റെ ദറജയിൽ കണക്കാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സലഫി ലോകത്തെ ആലിമീങ്ങൾ, ഇത് ലഈഫാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് ഈ വിഷയത്തിൻ്റെ ആകെ തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.